ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ദമ്പതികളെ പട്ടാപ്പകൽ അവരുടെ വീട്ടിൽ കയറി മയക്കിക്കിടത്തി 6 പവൻ സ്വർണം മോഷ്ടിച്ച പ്രതി വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. തൃശൂർ വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെ വളാഞ്ചേരി പോലീസ് തിരുവനന്തപുരത്തു നിന്നുമാണ് പിടികൂടിയത്. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം. വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രൻ, ഭാര്യ ചന്ദ്രമതി എന്നീ വൃദ്ധ ദമ്പതികളെ ജ്യൂസിൽ മയക്കുഗുളിക ചേർത്ത് മയക്കി കിടത്തുകയായിരുന്നു. ശേഷം ഇവരുടെ പക്കൽ നിന്നും 6 പവൻ സ്വർണം കവർന്ന കേസിലാണ് തൃശൂർ വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെ വളാഞ്ചേരി പോലീസ് തിരുവനന്തപുരത്തു നിന്നും പിടികൂടിയിരിക്കുന്നത്. വൃദ്ധ ദമ്പതികൾ മുട്ടുവേദനയെ തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് യാത്ര തിരിക്കുന്നതിനിടെ ട്രെയിനിൽ വെച്ചാണ് ഇയാളെ പരിചയപ്പെട്ടത്. പ്രതി നേവി ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ സേനയിലെ ഹോസ്പിറ്റലുകളിൽ വളരെ കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ദമ്പതികളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഹോസ്പിറ്റൽ രേഖകൾക്കും മറ്റും വേണ്ടി കോട്ടപ്പുറത്തെ വീട്ടിലെത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ജ്യൂസിൽ മയക്കുഗുളിക കലക്കി മയക്കി കിടത്തി 6 പവനോളം സ്വർണം കവർന്നത്. ദമ്പതികൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തിരുവനന്തപുരത്തു നിന്നും പിടികൂടിയത്. പ്രതിക്കെതിരെ കുറ്റിപ്പുറം, തൃശൂർ, തിരുവനന്തപുരം, ഇടുക്കി, കോഴിക്കോട്, കോട്ടയം എന്നീ ജില്ലകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്. പ്രതി ഒറ്റയ്ക്കാണോ മോഷണങ്ങൾ നടത്തുന്നതെന്നും കൂട്ടാളികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതി മോഷണത്തിന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നതാണ് രീതി. എറണാകുളം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ CCTV പോലീസ് പരിശോധിച്ചിരുന്നു. കൂടാതെ പ്രതി സ്വന്തം വീട്ടിലേക്ക് ചെല്ലാറില്ല. കറങ്ങി നടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ പതിവ്. മോഷണത്തിന് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ വളാഞ്ചേരി പോലീസ് വളരെ തന്ത്രപരമായാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി. ഈ ചാനൽ വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.